ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് സിയാസ് വ്ളോഗ്. ഇപ്പോൾ ഇന്ന് റബ്ബിൽ അവൽ 12 കേട്ടോ. അങ്ങനെ കുട്ടികളെയും കൊണ്ട് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമ്മൾ നാട്ടിലത്തെ പള്ളിയിലേക്കാണ് പോണത്. എൻ്റെ മോൾ ആൻറ്റീൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അവളെയും മക്കളെയും കൂട്ടിയിട്ട്, അവളെയും കൂട്ടി ആൻറ്റീൻ്റെ മക്കളെയും കൂട്ടിയിട്ടോ. അങ്ങനെ ഇന്ന് ഒരു ഔട്ടിങ് പോലെ മക്കളൊക്കെ ഒന്ന് ചില്ലയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. അങ്ങനെ ചീരണിയും മേടിക്കാമല്ലോ. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാനുണ്ടാവും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പോയിട്ടോ. പോയിട്ട് ഏകദേശം നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഞാൻ ചീരണിയൊക്കെ കൊടുത്ത് അകത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ കാണിച്ച പണിയെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പോകാനും മടിച്ചിട്ട് ഇവർ രണ്ടുപേരും പോയില്ല. അങ്ങനെ അവർക്ക് ചീരണി കിട്ടി. അതിൻ്റെ ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും തിരിച്ച് പോകാൻ നോക്കിട്ടോ. മോൾ ആകെപ്പാട് ബേജാറിലായിരുന്നു. അതാണ് ഇവളുടെ മുഖത്തിപ്പോൾ കാണുന്നത് കേട്ടോ. അവളാ ബേജാറിൽ തേൻമിഠായും കഴിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ബാപ്പ പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ സമാധാനിപ്പിച്ചിട്ട് നമ്മൾ മുടിപ്പ് പോവാണ് കേട്ടോ. ഒരു പർദ്ദയും ഡെലിവറി ചെയ്യാനുണ്ട്. അങ്ങനെ അവിടെ പോവായിരുന്നു. പിന്നെ മുടിപ്പിലേക്ക് ഏകദേശം ഞങ്ങൾ എത്തി. കുട്ടികൾ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ചില്ല് ചെയ്ത് പോവായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവരെനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്നുള്ളത്. കാരണം കുട്ടികളെ എപ്പോഴെങ്കിലും ഒരിക്കലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുമിച്ച് കിട്ടുന്നത് അപൂർവമാണ്. ഇവരൊക്കെ ഒരുമിച്ച് കിട്ടാറില്ല. അങ്ങനെ അവർക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പാനിപ്പൂരി കഴിച്ചിട്ടോ. പിന്നെ നമ്മൾ പർദ്ദ ഇവിടെ മെഡിക്കലിൽ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ചീരണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് പോണത്. നമ്മളല്ല, ഞാൻ ഉമ്മനെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ട് നമ്മൾ നേരെ മംഗലാപുരം പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ ഉപ്പളയിൽ എല്ലാവർക്കും ഫ്രീ പഴംപൊരി ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ആയപ്പോൾ കുറച്ച് വീഡിയോ എടുത്തെന്നുള്ളൂ. പിന്നെ അവരൊക്കെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ നേരെ മംഗലാപുരം പോയിട്ടോ. അപ്പോൾ റോഡ് സൈഡിലൊക്കെ നല്ല അലങ്കരിച്ചിരിക്കാൻ നബിദിനം പ്രമാണിച്ചിട്ട് നല്ല അടിപൊളി ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ നിന്ന് നോക്കി പിന്നെ നമ്മൾ നേരെ മംഗലാപുരം പോയി അവിടെ വേണ്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. അത് വെച്ചാൽ നാളെ നമുക്കൊരു പരിപാടി ഉണ്ട്. ഒരു ക്രെഡൽ സെറമണീൻ്റെ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൃതി പിടിച്ച് പോണത്. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഷോപ്പിലേക്ക് തന്നെയാണ് പോയത്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഡോളൊക്കെ കാണാൻ പറ്റും കേട്ടോ. മുന്നേ നമുക്ക് ഗിഫ്റ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ നമ്മൾ മംഗലാപുരം പോയിട്ടൊന്നും കഴിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവിടുന്ന് നമ്മൾ മോമോസും ചായയും ചറുമ്പുരയൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.